ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ദീപാവലി പ്രമാണിച്ച് സ്റ്റോർ റൂം വഴി ഒരുപാട് സ്വീറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ ബെല്ല് കേൾക്കുന്ന ഉടനെ അനീഷിനോട് ഈ 3 ക്യാപ്റ്റന്മാരും രാവിലെ പറഞ്ഞായിരുന്നു, ഇനി അനീഷ് ഏട്ടൻ തന്നെ പിന്നെ സ്റ്റോർ റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്താൽ മതി, എല്ലാവർക്കും മരുന്നൊക്കെ കൊടുക്കണം, പിന്നെ ടാസ്ക് ലെറ്റർ മാത്രം വായിക്കേണ്ട, അത് ക്യാപ്റ്റന്മാരുടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റോർ റൂമിലെ ബെല്ല് കേൾക്കുന്ന ഉടനെ അനീഷ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്പൈക്കുട്ടനും കുറച്ച് സ്വീറ്റ്സും അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ച് അനീഷ് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുവാണ് സ്വീറ്റ്സൊക്കെ കണ്ടിട്ട്. അങ്ങനെ എല്ലാം സ്വീറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് വരുമ്പോൾ ബിഗ് ബോസ് പറയും എല്ലാവരും പിന്നെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ. അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയ വന്നിരിക്കുമ്പോൾ ഒരു ലെറ്ററുണ്ട്. ആ ലെറ്റർ അക്ബർ വായിക്കുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസ ബിഗ് ബോസ് നേരുന്നു. ആദ്യത്തെ ഇത്രയും നാളിൽ ബിഗ് ബോസ് സീസണിൽ ആദ്യത്തെ ദീപാവലി ആഘോഷമാണിത്. അതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ചോ, നല്ല രീതിയിൽ ദീപാവലി ആഘോഷിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും തുള്ളിച്ചാടുന്നു. അതിനൊപ്പം തന്നെ സ്പൈക്കുട്ടൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു. അതിനുശേഷം സ്പൈക്കുട്ടൻ എല്ലാവരോടും ദീപാവലി ആശംസ അറിയിച്ചിട്ട് സ്റ്റോർ റൂം വഴി അങ്ങ് പോവുകയാണ്. പിന്നെ എല്ലാവരും സ്വീറ്റ്സൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിക്കുകയാണ്. പിന്നെ അനുമോളെല്ലാം കുറച്ച് കഴിച്ച് ബാക്കിയെല്ലാം ടിന്നിലായിട്ട് അടച്ച് പിന്നീട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവെക്കുന്നു. ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വീറ്റ്സ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന്